വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇത് നോക്കിക്കേ, ഇത് കച്ചോരി ആട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ടൗൺഷിപ്പിലെ കുറച്ച് വീടുകളിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് കച്ചോരീസും ധോക്ലയാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ കച്ചോരി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മുടെ പൂരി പോലെ അകത്ത് കുറച്ച് സ്റ്റഫ് ചെയ്തതാ. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ പൂരി പോലെ കുറച്ച് സോഫ്റ്റാണ്. ഇവിടെ ധോക്ല എന്ന് പറയുന്നത് ഗുജറാത്തികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞങ്ങൾ കഴിച്ച് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇഡലി അല്ല, അതുപോലെ ആവിയേറ്റി എടുക്കുന്ന സംഭവം കടലമാവാ. രാക്കെ 2 ദിവസത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആട്ടോ, അപ്പോൾ ഇന്ന് വരത്തേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും അങ്കൂനും പിന്നെ ഇതുപോലെ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ചായയോടെ ഇത് കഴിച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒതുങ്ങും. അമ്മ രാവിലെ കുറച്ച് ഇതൊക്കെ കഴിച്ചിട്ട് നടക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങളെയും വിളിച്ചു. അപ്പോൾ ഞാൻ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പല്ലൊക്കെ ചേച്ചി കുറച്ചൊന്ന് റൗണ്ട് ചെയ്തിച്ച് വരാം, അമ്മ അങ്ങോട്ട് നടന്നോളാം. അപ്പോൾ അങ്കുവും ഉണ്ട്, സൺഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അതെ അമ്മയെ തിരക്കി പുറത്ത് പോവാ. ഞങ്ങളിവിടൊക്കെ അമ്മ അരിച്ചു പെറുക്കി കാണുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ വന്നു, ഇവിടെങ്ങാണ്ടൊക്കെ കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇല്ല, ഇനി താഴെ ഇറങ്ങി നോക്കണം. അപ്പോഴത്തേക്ക് അങ്കൂതേ അവന്റെ കുരുത്തക്കേടുകൾ കറ തെറിക്കോ. നമ്മുടെ കണിക്കൊന്നയുടെ കായ ഇപ്പം ഇഷ്ടംപോലെ ഉണ്ട്, അതിങ്ങനെ പൊട്ടിക്കല അവൻ്റെ ഒരു ജോലി. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ ആ ഗ്രൗണ്ടിൽ. അതുകൊണ്ട് ഇതേ നിലത്തോട്ട് ഇറങ്ങി താഴെയൊക്കെ സെർച്ച് ചെയ്യുക. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ എന്ത് സൈലന്റ് അല്ലേ, കുറച്ച് പിള്ളേർ ഇവിടെയൊക്കെ നിൽക്കുന്നതല്ലാതെ വേറെ ആളുകളെ ഒന്നും കാണുന്നില്ല. അമ്മേനെയും പൊടി പോലും കാണുന്നില്ല. ഇത് എങ്ങോട്ട് പോയിന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ടൗൺഷിപ്പിന്റെ പരിസരമൊക്കെ ഞാൻ രാത്രിയിലല്ലേ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് പറമ്പ് ടൂർ ചെയ്യുമെന്ന്. അപ്പം നമുക്ക് ഇന്ന് പറമ്പ് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാട്ടോ പകൽ വെളിച്ചത്തിൽ നമ്മുടെ ടൗൺഷിപ്പിന്റെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ. തിരിച്ചു പോവാം, വായോ. ഈ പ്രകൃതിയുടെ ശബ്ദങ്ങളല്ലാതെ വേറൊരു ശബ്ദമൊന്നുമില്ല, നല്ല സൈലന്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. നമ്മൾ പുറത്തൂടെ കറങ്ങി പോവാ കേട്ടോ, പുറകിൽ കൂടെ. കാരണം അമ്മേനെ കണ്ടു കിട്ടിയിട്ടില്ല. ബാക്ക് സൈഡിലും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ മുരിങ്ങയുടെ ചോട്ടിലോ ഒരു മയിൽ ഇതേ അതിൻ്റെ പീലിയൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അവരെ വെട്ടിയെടുത്തിട്ട് എന്നെ കണ്ടപ്പോൾ ഓടി. അപ്പോൾ ആ മുരിങ്ങ മരം ഞാൻ നേരത്തെയും രാത്രിയിലൊക്കെ കാണിച്ചിട്ടില്ലേ, മുരിങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഇല്ല. ഇനി ബാക്ക് സൈഡിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ബാക്ക് വഴിയാകത്തോട്ട് പോവുക കേട്ടോ. അമ്മൂനെ ഇവിടെ ഒന്നും കാണുന്നില്ല, നമുക്കിനി വീട്ടിൽ പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ കേട്ടോ. അമ്മേനെ മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി ശർമ്മയുടെ കടയിലെങ്ങോട്ടും പോയോ എന്നാണ് ഡൗട്ട്. എന്തായാലും ഇനി ഞങ്ങൾക്ക് നടക്കാൻ പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഫുഡ് അങ്ങ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ഗാർഡനേഴ്സിനും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അവധിയായതുകൊണ്ട് ഇത്ര സൈലന്റ് കേട്ടോ ടൗൺഷിപ്പ്. പിന്നെ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ചായിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സൈലൻസ്. അപ്പം അങ്കുവിൻ്റെ ഫുഡ് എടുത്തു കൊടുത്തു, 2 കച്ചോരിയും കുറച്ച് ധോക്ലയും. അപ്പോഴത്തേക്ക് അമ്മ തിരിച്ചു വന്നു കേട്ടോ. ബട്ടർഫ്ലൈ പാർക്കിൽ ഇരുന്നായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ അമ്മയും അങ്കും കൂടെ അന്ന് പറിച്ചു വെച്ചാൽ നമ്മുടെ നാരങ്ങ കേട്ടോ. അത് കുറച്ച് മാറ്റി വെച്ച് ജ്യൂസിനായിട്ട് കുറച്ച് അച്ചാറിടാൻ വേണ്ടി അമ്മ അരിഞ്ഞെടുത്തു. ഈ രീതിയിൽ ഇങ്ങനെ നീല കീരിയെടുത്തു. ഇത് നന്നായിട്ടൊരു അച്ചാറാക്കി വെച്ചിട്ടുണ്ട്. കളർ നല്ല ചുമന്നിരിപ്പുണ്ട്. ബട്ടർഫ്ലൈ പാർക്കിൽ ഞങ്ങൾ അമ്മയെ കണ്ടില്ല, അമ്മ ഞങ്ങളെയും കണ്ടില്ല. കാരണം അതിനകത്തോട്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. അമ്മ ഞങ്ങളെ എന്നെ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ ഇന്ന് ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ ഫുഡ് കോർട്ടല്ലല്ലോ നമ്മുടെ മെസ്സിലാണ് പോകുന്നത്. അപ്പോൾ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ആദ്യം അതങ്ങ് എടുത്ത് തീർക്കാമല്ലോ. വലിയ കയ്പൊന്നും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴേ. പിന്നെ ബാക്കിയായിരുന്ന നാരങ്ങ അമ്മ കുറച്ച് പഞ്ചസാര പാനിയൊക്കെ കാച്ചിട്ടേ നമ്മുടെ സിറപ്പ് ആയിട്ട് വെച്ചു. ഇതിനകത്തോട്ട് കുറച്ചിനി വെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി. ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ, നമ്മുടെ സ്ക്വാഷ് പോലെ. ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല, സിമ്പിൾ നാരങ്ങ സ്ക്വാഷ് പോലെ. അതും ആറിയിട്ട് ഒരു പാത്രത്തിലോട്ട് അടച്ച് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഇപ്പോൾ തണുപ്പും കൂടെ ആയിട്ട് എന്തായാലും കേടാവത്തില്ല. ബാക്കി കുറച്ചുണ്ട്, അത് ആദ്യം അങ്ങ് എടുക്കാമെന്ന് വെച്ചാൽ അതും മാറ്റി വെച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തു പോകാം. നമ്മുടെ റോസ് ഗാർഡനിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മെല്ലെ കേട്ടോ, പല കളറിൽ. നല്ല ഐശ്വര്യമുള്ള വെയിലുണ്ട് കേട്ടോ ഇന്ന്. പക്ഷേ കാറ്റിന് നല്ല തണുപ്പുണ്ട്. സൂര്യനെ കണ്ടോ. പൂക്കളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പുതിയതായിട്ട് ഇങ്ങനെ മുട്ടിട്ട് വരുന്നേ ഉള്ളൂ. റോസസ് ഒക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ആ കളറും ഒക്കെ അത് ബഡ് ചെയ്തവര് ഒത്തിരി കളറില്ലേ. ലൈറ്റ് വയലറ്റും ഉണ്ട്, ഡാർക്ക് വയലറ്റും ഉണ്ട്. നല്ല വയലറ്റ്. പിള്ളേരൊക്കെ വെയിലത്ത് നിന്ന് ഓടി കളിക്കും. ഫുള്ള് ഞാൻ പോയി, നല്ല ഭംഗിയാണ് പൂവാണ്.
അപ്പോൾ അമ്മ തോ ആ മൂല നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ആമ്പൽക്കുളവും നമ്മുടെ താമരക്കുളവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇരുന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പോയതുമില്ല. പിന്നെ ഞങ്ങൾ നടന്ന് അത്രയും പോകണ്ടല്ലോ എന്ന് വെച്ചാൽ താഴെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇതായിരുന്നു നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക്. ഇതൊക്കെ ഞാൻ ഒത്തിരി വട്ടം കാണിച്ചിട്ടുള്ളതല്ലേ. ആലിങ്ക അല്ലേ ഇതല്ലേ? ആലിങ്ക പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഇത് പേരാല് ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ മെയ്ഫ്ലവർ പോലത്തെ പൂവുണ്ടോ? ഇവിടെ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ മെയ് മാസത്തിൽ പിടിക്കുന്നൊരു സാഫ്രൻ കളറിലൊരു പൂവില്ലേ, അതിൻ്റെ ഒരു മഞ്ഞ കളറിലെ പൂ. ഇതൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ ഹോർട്ടിക്കൾച്ചറുകാരോട് പറഞ്ഞാൽ അവർ വെക്കാനായിട്ട് അത് വെച്ച് തരും. പക്ഷെ അതിൻ്റെ പുറവി എനിക്ക് നടക്കാൻ വയ്യാത്തതിൻ്റെ വെച്ചില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫുഡ് കേട്ടോ. സിമ്പിൾ നോർത്ത് ഇന്ത്യൻ മീൽ. റൊട്ടി, ദാൽ, സബ്ജി, സാലഡ്, പിന്നെ എക്സ്ട്രാ സൂപ്പ് ഉണ്ട് കേട്ടോ. ന്യൂഡിൽ സൂപ്പായിരുന്നു, വെജിറ്റബിൾ ന്യൂഡിൽ സൂപ്പ്. ചൂടോടെ നമുക്ക് കുടിക്കാമല്ലോ. പിന്നെ റൊട്ടി നമുക്കത് ചൂടോടെ കൊണ്ടുവരും കേട്ടോ. ആദ്യം ഞങ്ങൾ സൂപ്പ് എടുത്ത് കുടിക്കുക. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ സൂപ്പ്. മിണ്ടാണ്ടിരുന്ന് കുടിക്കുക. അങ്കു വന്നില്ല കേട്ടോ, അവനധികം വിശപ്പില്ല, എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. സൂപ്പൊക്കെ കുടിച്ചിട്ട് പിന്നെ എന്തോ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ജീര റൈസ്, റൈത്ത, പിന്നെ ദാല്, റൊട്ടി, ബട്ടർ റൊട്ടി കേട്ടോ. സബ്ജിയായിട്ട് നമ്മുടെ ആലു ഗോപിയുടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ്, ഡ്രൈ അല്ലായിരുന്നു. പിന്നെ പംകിൻ ഉണ്ടല്ലോ, നമ്മുടെ മത്തങ്ങയുടെ ഒരു അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു സബ്ജി എന്ന് ഇവിടെ പറയും, ഒരു കറി, പിന്നെ അച്ചാർ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് അങ്കൂന് കുറച്ച്, അതായത് നമ്മുടെ ആലു ഗോപി ഉണ്ടല്ലോ അതും വാങ്ങിച്ചു. 4 ബട്ടർ റൊട്ടിയും വാങ്ങിച്ചു. അതും കൊണ്ട് പോവുക. കാരണം അവന് വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞങ്ങൾ പിന്നെ വന്നങ്ങ് കഴിച്ചത്. നമ്മുടെ മരങ്ങളുടെ അടിയിലൂടെ. നമ്മുടെ ടൗൺഷിപ്പിൽ ഇപ്പോൾ പൂക്കൾ പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബൊഗൈൻവില്ല ഒരു സീസണായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതിങ്ങനെ ചെടിച്ചെടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ച പൂ പിന്നെ ഒരുപാട് ഇനി വരും. അപ്പം നല്ല രസം, നമ്മുടെ പിട്ടൂണിയ പൂക്കളെ പോലത്തെ വേറെ ടൈപ്പ് പൂക്കൾ വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നമ്മുടെ മെയ്ഡ് ജ്യോതി അന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ, ഈ ക്ലൈമറ്റിന് നമുക്ക് ചൂട് കിട്ടുന്നത്. ആ സാധനം നമ്മുടെ ടൗൺഷിപ്പിൽ വീട്ടിൽ ഇങ്ങനെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് വാങ്ങിച്ചു വെച്ചു. നമുക്ക് കുറച്ച് ചൂടൊക്കെ കിട്ടണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മാലികളുണ്ടല്ലോ, ഇവിടെ നാരങ്ങ, ബേറ്, അതുപോലെ തന്നെ നമ്മുടെ ഞാറയ്ക്ക, അതൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കൊണ്ടുതരും. കാരണം കമ്പനിയുടെ സംഭവമല്ലേ. അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ കൊണ്ടുതരും. അപ്പം നാരങ്ങ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സെറ്റ് വന്നു. ഇത് നമ്മുടെ നാടൻ നാരങ്ങയാണ്. ഇത് അമ്മ പിന്നെ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ പുഴുങ്ങി വെച്ച ചേമ്പാട്ടോ. നമ്മുടെ നാട്ടിൽ ആ ചേമ്പൊന്നും അല്ല, കൂടെ ഉള്ളിയും മുളകും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. പച്ചക്കുള്ള കേട്ടോ, റോസ്റ്റ് ചെയ്തൊന്നും എടുത്തൊന്നുമല്ല. പിന്നെ ചായ ഇടാൻ പോവുക. ഇവിടുത്തെ ചേമ്പിന് കുറച്ച് കൊഴുപ്പുണ്ട് കേട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ചേമ്പ് ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത്. അമ്മ ഒരു പരീക്ഷണം നടത്തിയ സംഭവം പൊളിയായിട്ടുണ്ട്. ചൂടോടെ നമുക്കിത് ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ മുക്കി കഴിക്കാൻ ടേസ്റ്റ് അല്ലേ. കൂടെ ചായയും. പിന്നെ ഡിന്നറിന് അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കി കേട്ടോ. കാരണം ഞങ്ങൾ 3 പേരിലുള്ളൂ. അക്ക ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ വിപുലീകരിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതാകുമ്പോൾ ഞങ്ങൾ കുറച്ച് പഞ്ചസാരയൊക്കെ കൂട്ടി ഞാൻ കഴിക്കും. ഈ 2 എണ്ണം കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കും. അമ്മ ഉരുട്ടി ഇടുക. ഒന്നുമില്ല, നമ്മുടെ അരിപ്പൊടിയിൽ ജീരകവും തേങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഇടണം. ഞാനിങ്ങനെ ഇട്ടിട്ട് ഒരു പ്രാവശ്യം മൊത്തത്തിൽ കലങ്ങി പോയായിരുന്നു കേട്ടോ. അതെന്താ റീസൺ എന്ന് എനിക്കറിയത്തില്ല. അമ്മയൊക്കെ ഉരുട്ടിയിടുമ്പോൾ അത് ഇങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. ഇതിൻ്റെ വെള്ളവും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്തായാലും ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പറമ്പ് ടൂറല്ലേ. അപ്പോൾ പാറൊക്കെ വന്നപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ പോയി കുറച്ച് പച്ചക്കറിയും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇത് 1 മാസം മുന്നേ എടുത്തതാണ്. ഇത് അവിടെ നല്ല വഴുതനങ്ങയുണ്ട്. തീമായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ ചമ്മന്തിയും ഒരു വഴുതനയും മെഴുക്കോട്ടിക്കുള്ള സാധനമാണ് പിടിച്ചെടുക്കുന്നുണ്ട്. വല്ല വൈകിട്ട് ഇവിടെ കണ്ട താഴെ വലുത്. ഇത് ടൗൺഷിപ്പിൻ്റെ എൻ്റെ ലാസ്റ്റുള്ള ബ്ലോക്കിൻ്റെ ബാക്കിലാട്ടോ. കുറേ പപ്പായ, വഴുതനങ്ങ, മുളക്. പാറൊക്കെ ഫസ്റ്റ് ഇറങ്ങാൻ പോയപ്പോൾ കുറച്ച് പപ്പായൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് അതായിരുന്നു കഴിഞ്ഞൊക്കെ നേരത്തെ വ്ളോഗുകളിൽ ഞാൻ പപ്പായക്കറിയൊക്കെ കാണിച്ചത്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടോ, ആരും പൊട്ടിക്കാതെ നശിച്ച് കിടക്കുക. പിന്നെ കുറേ നാരങ്ങാമരം ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഈ നാരങ്ങയാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ആ ഹോർട്ടിക്കൾച്ചർ ഏരിയയിൽ അവർ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ കമ്പിവേലി കെട്ടിയോണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കുറച്ച് പാടാം. നേരത്തെ പോകാമായിരുന്നു. ഇവിടെ കുറച്ച് കള്ളന്മാരുടെ ശല്യം ഉണ്ടായതിനു ശേഷം ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ മറച്ചു. ഇത് കണ്ടോ, നാരങ്ങ ഇറുങ്ങിറുങ്ങ് പോലെ കിടക്കുന്ന കണ്ടില്ലേ. ഇത് ഞാൻ പറഞ്ഞില്ല, 1 മാസം മുന്നെയാണ് ഇതുപോലുള്ള മരങ്ങളിൽ നിന്നുള്ള നാരങ്ങ ഈ ടൗൺഷിപ്പ് മുഴുവൻ അവർ നമുക്ക് ഇന്ന് ഞാൻ കാണിച്ചില്ലേ ആദ്യം അത്.
നമ്മൾ അന്ന് ആ പച്ചയായിട്ട് നിന്നപ്പോൾ തന്നെ കുറച്ച് പൊട്ടിച്ചെടുത്തോണ്ട് വീട്ടിൽ പോയി നാരങ്ങ അടിച്ചു കുടിച്ചായിരുന്നു കേട്ടോ. ഇത് പച്ചയായിട്ട് നിൽക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചിട്ട് ഞാൻ പാറുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അവള് അതൊക്കെ എടുത്തിട്ട് ഞാൻ അന്ന് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സംഭവം. പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ജാമുൻ എന്ന് പറഞ്ഞ സംഭവം. അതെ ഈ ഇല ഉണ്ടോ, നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴം എന്ന് പറയില്ല, നമ്മുടെ നാട്ടിലുള്ള ഇത് കഴിക്കാൻ വലിയ പേടിയല്ലേ, നിപ്പയൊക്കെ വരുമെന്ന് പറയും. ഇതിൻ്റെ സീസൺ ആയ സമയത്ത് ഇതുപോലെ കവറുകളിൽ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഹോർട്ടിക്കൾച്ചറുകാർ എന്ന് അവരുടെ ഒരു ഏരിയ കേട്ടോ. അതിൻ്റെ ഒരു സ്മോൾ പാർട്ട്, അത് ചെറിയ ഏരിയ എന്ന് പറയാം. കണ്ടോ ഇപ്പോഴത്തെ സീസൺ ബൊഗൈൻവില്ല ആയതുകൊണ്ട് അതായിരുന്നു കൂടുതലും. പിന്നെ സാപ്ലിങ്സ് പോലെ കുഞ്ഞു കുഞ്ഞു ചെടികൾ, ഇത് 1-2 മാസത്തിനകം പൂവിടുന്നതാണ്. ഇതങ്ങനെ അവർ പറിച്ച് ഇങ്ങനെ കൊണ്ട് നടും. അത് നട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ നമുക്ക് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് എടുക്കാം. പിന്നെ കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു സൈസിൽ ഔഷധം അങ്ങനെയാണെന്ന് തോന്നുന്നത്, ഇതും കുറേ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാവിൽ മാങ്ങ പിടിക്കുന്ന സീസൺ ശരിക്കും UP ഭയങ്കര ഫേമസ് ആട്ടോ മാങ്ങയ്ക്ക്. അപ്പം ഇവിടെയും കുറച്ച് മാങ്ങയൊക്കെ നല്ല ഇതിൽ പിടിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വന്ന് പൊട്ടിച്ചുകൊണ്ടൊക്കെ പോവായിരുന്നു മാങ്ങയുടെ സീസണിൽ. പിന്നെ കണ്ടോ കുറേ ചെടികൾ ഇങ്ങനെ നട്ടേക്കും. പിന്നെ ബേറെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. ഇനി ഇങ്ങനത്തുള്ള തണൽ മരങ്ങളും കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അമരപ്പയർ പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്, ഇറുങ്ങിറുങ്ങ് പോലെ. ഇത് ശരിക്കും തണൽ മരം കേട്ടോ. ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും കുറേ ഫോറസ്റ്റ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ബേറെന്ന് പറഞ്ഞൊരു ചെടി, അതിനകത്ത് പൂവിട്ട് നിൽക്കുന്നേ ഉള്ളൂ, അത് കായാകും ഇനി. ഇതിവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒത്തിരി പിടിക്കുന്ന ഒരു മരം കേട്ടോ. അത് കുറേയൊക്കെ അവർ വെട്ടി കാണിക്കുന്നുണ്ടോ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബേറും പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ പൂവിന്ന് കാവന്ന് കിടക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ നാരങ്ങ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മ അപ്പം തന്നെ അത് ജ്യൂസ് അടിച്ച് തന്നു കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞ് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് അങ്ങ് അടിച്ച് ജ്യൂസാക്കി. നമ്മുടെ എന്താ പറയുക ടൗൺഷിപ്പിൽ പിടിച്ച ഓർഗാനിക് നാരങ്ങയുടെ ജ്യൂസ്. ഇത് പഴുത്തതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ഗാർഡനേഴ്സ് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ നമ്മുടെ ഓർഗാനിക് നാരങ്ങ വെള്ളം റെഡി. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു പറമ്പ് ടൂർ തന്നെയായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.